ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം. ശ്ലോകം 41. വ്യവസായാത്മികാ ബുദ്ധി രേഖേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്ദശ്ച ബുദ്ധയോ വ്യവസായിനാം. വിവർത്തനം: ഈ വഴിക്ക് പോകുന്നവർ നിശ്ചയദാർഢ്യമുള്ളവരാണ്. ലക്ഷ്യവും ഒന്നു മാത്രം. കുരുനന്ദന, ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖകളോടുകൂടിയതാണ്. ഭാവാർത്ഥം: കൃഷ്ണാവബോധത്തിലൂടെ ജീവിത പരിപൂർണതയുടെ ഔന്നത്യത്തിലേക്ക് ഉയർത്തപ്പെടുമെന്ന ഒരാളുടെ ദൃഢമായ വിശ്വാസത്തെ വ്യവസായാത്മികാ ബുദ്ധി എന്ന് പറയുന്നു. ചൈതന്യ ചരിതാമൃതം മധ്യലീല 22:62 പറയുന്നു: ശ്രദ്ധാ ശബ്ദേ വിശ്വാസ കഹേ സുദൃഢ നിശ്ചയ കൃഷ്ണ ഭക്തി കൈലേ സർവകർമ്മ കൃതഹയ. ശ്രേഷ്ഠമായ ഒന്നിൽ ഉറച്ച മനസ്സുണ്ടാവുക എന്നാണ് വിശ്വാസപദത്തിന്റെ നിർവചനം. കൃഷ്ണാവബോധപരങ്ങളായ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കെ ലൗകിക നിയമാനുസൃതമായി കുലപരമ്പരയോടോ മനുഷ്യ സമുദായത്തോടോ രാഷ്ട്രത്തോടോ ഉള്ള കടമകൾ ഒരാൾക്ക് നിറവേറ്റേണ്ടതില്ല. പൂർവജന്മങ്ങളിൽ ചെയ്ത നല്ലതോ ചീത്തയോ ആയ കർമ്മങ്ങളുടെ ഫല അനുഭവങ്ങളെ കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നു. കൃഷ്ണാവബോധമുണ്ടാകുമ്പോൾ ഒരാൾക്ക് സ്വകർമ്മങ്ങളുടെ ശുഭഫലങ്ങൾക്കായി ശ്രമിക്കേണ്ടതില്ല. കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളുടെ എല്ലാ പ്രവൃത്തികളും നിരപേക്ഷ തലത്തിലാണ്. അവയ്ക്ക് നന്മ തിന്മകളെന്ന ഇരുഭാവങ്ങളില്ല. ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതികതാബോധത്തെ ത്യജിക്കുക എന്നതാണ് കൃഷ്ണാവബോധത്തിന്റെ പരിപൂർണത. കൃഷ്ണാവബോധത്തിൽ പുരോഗമിക്കുന്നതോടുകൂടി ഈ അവസ്ഥ തനിയെ കൈവന്നുകൊള്ളും. കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ദൃഢനിശ്ചയത്തോടെയുള്ള ലക്ഷ്യബോധം ജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ്. വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭഃ. ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ എല്ലാം മൂലകാരണം ശ്രീകൃഷ്ണൻ അഥവാ വാസുദേവനാണ് എന്ന സത്യം കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തിക്ക് നന്നായി അറിയാം. അങ്ങനെയുള്ള ഒരു മഹാത്മാവ് അപൂർവമായി മാത്രമേ കാണപ്പെടാറുള്ളൂ. വൃക്ഷച്ചുവട്ടിൽ ഒഴുക്കുന്ന ജലം തനിയെ ശാഖകളിലേക്കും ഇലകളിലേക്കും വ്യാപിക്കുന്നത് പോലെ കൃഷ്ണാവബോധ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, മനുഷ്യ സമുദായം എന്നുവേണ്ട ഏവർക്കും ഉത്തമമായ സേവനം അർപ്പിക്കുവാൻ സാധിക്കും. ഒരാളുടെ പ്രവർത്തനം കൊണ്ട് കൃഷ്ണൻ സംതൃപ്തനാണെങ്കിൽ എല്ലാവരും സന്തുഷ്ടരായിക്കൊള്ളും. കൃഷ്ണന്റെ ഉത്തമ പ്രതിനിധിയായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ വിദഗ്ധമായ ശിക്ഷണത്തിലൂടെ മാത്രമേ ശിഷ്യന് കൃഷ്ണാവബോധ സേവനം ഭംഗിയായി അനുഷ്ഠിക്കാൻ കഴിയൂ. ശിഷ്യന്റെ സ്വഭാവരീതികൾ ശരിക്കു മനസ്സിലാക്കിയ അത്തരത്തിലുള്ള ആചാര്യൻ ശിഷ്യന് കൃഷ്ണാവബോധ തലത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. കൃഷ്ണാവബോധത്തിൽ നൈപുണ്യം സിദ്ധിക്കണമെങ്കിൽ ഒരാൾ നിശ്ചയദാർഢ്യത്തോടെ കൃഷ്ണപ്രതിനിധിയായ ഗുരുവിനെ അനുസരിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ജീവിത ദൗത്യമായി ശിരസാ വഹിക്കുകയും ചെയ്യണം. ആത്മീയ ഗുരുവിനെ കുറിച്ചുള്ള തന്റെ പ്രശസ്ത ഗീതങ്ങളിൽ ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഇങ്ങനെ ഉപദേശിക്കുന്നു: യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാത് ന ഗതി കുതോപി ധ്യായംസ്തു വംസ്തസ്യ യശസ്ത്രിസന്ധ്യം വന്ദേ ഗുരോ ശ്രീചരണാരവിന്ദം. ഗുരുവിന്റെ പ്രസാദത്താൽ ഭഗവാൻ പ്രസാദിക്കുന്നു. ഗുരുപ്രസാദമില്ലാത്ത പക്ഷം കൃഷ്ണാവബോധ തലത്തിലേക്ക് പ്രവേശിക്കുവാൻ യാതൊരു മാർഗവുമില്ല തന്നെ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കരുണയ്ക്കായി കൊണ്ട് 3 നേരവും ധ്യാനിക്കുകയും
പ്രാർത്ഥിക്കുകയും പാതാരവിന്ദങ്ങളിൽ പ്രണമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ പ്രക്രിയ മുഴുവൻ ശരീര ഭാവനയ്ക്കതീതമായ ആത്മാവിനെക്കുറിച്ചുള്ള പൂർണ്ണബോധത്തെ ആശ്രയിച്ചിരിക്കുന്നു. സൈദ്ധാന്തികമായല്ല, പ്രായോഗികമായി തന്നെ. അപ്പോൾ കാമ്യകർമ്മങ്ങളിലൂടെ ഇന്ദ്രിയ സംതൃപ്തിക്കുള്ള പ്രശ്നമേ ഉദ്ഭവിക്കുന്നില്ല. തികച്ചും മനസ്സുറപ്പില്ലാത്ത ഒരാൾ പലവിധം കാമ്യകർമ്മങ്ങളാൽ വഴിതെറ്റിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.